ഹായ്, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ രണ്ട് വാല്യൂസ് തന്നിട്ട് അതിൻ്റെ എൽ സി എമ്മും എച്ച് സി എഫും എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അന്ന് കഴിഞ്ഞ ദിവസം എടുത്തത് 15ഉം 245ഉമായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ എച്ച് സി എഫും എൽ സി എമ്മും കണ്ടുപിടിക്കാൻ ആദ്യം നമ്മളത് ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ 15നെ 3 × 5 3 to the power 1 5 to the power 1 ഫാക്ടറൈസ് ചെയ്തു. 245നെ 5 × 7 × 7 സമം 5 × 7 സ്ക്വയർ എന്ന് ഫാക്ടറൈസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? കോമൺ ബേസിൽ രണ്ടിനെയും എഴുതാൻ വേണ്ടി ഇവിടെ 3ഉം 5ഉം ഉണ്ട്, ഇവിടെ 5ഉം 7ഉം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 7 ഇല്ല, അതുകൊണ്ട് × 7 to the power 0 എന്ന് എഴുതി. അപ്പുറം 3ഉം 3ഉം 5ഉം 7ഉം ഉണ്ട്, 3 ഇല്ല. അപ്പൊ 3 to the power 0 × 5 to the power 1 × 7 സ്ക്വയറിന് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ വാല്യൂ നമ്മൾ രണ്ടിനെയും ബേസ് സെയിം ആക്കി. എന്നിട്ട് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂവിലും പോകുന്ന ബിഗ്ഗസ്റ്റ് വാല്യൂവിനെയാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ GCD എന്ന് പറയുന്നത്. അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്? രണ്ടിലെയും ലോവസ്റ്റ് പവേഴ്സിന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 3ന്റെ ഇവിടെ 1 ആണ്, ഇവിടെ 0 ആണ്. അപ്പോൾ 3യുടെ പവർ 0 എടുക്കണം. പിന്നെ 5ന്റെ പവർ ഇവിടെയും 1 ആണ്, അവിടെയും 1 ആണ്. അപ്പൊ 5ന്റെ പവർ 1 തന്നെ എടുത്തു. പിന്നെ 7ന്റെ ലോവസ്റ്റ് ഇവിടെ 0 ആണ്, അവിടെ 2 ആണ്. അപ്പൊ 0 ആണ് നമ്മൾ എടുക്കേണ്ടത്. 0 ആണ്, 1 അല്ല, 0 ആണ് എടുക്കേണ്ടത്. അല്ലേ? പറഞ്ഞ മനസ്സിലായല്ലോ? 5 to the power 1 7 to the power 0. ഓക്കെ, 7 to the power 0. അപ്പൊ എന്ത് സംഭവിക്കും? 3 to the power 0യും 5 to the power 1 × 7 to the power 0 എന്ന് പറഞ്ഞാൽ അത് 5 to the power 1 ആണ്, 5 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 5 തന്നെയാണ്. രണ്ടിലും പോകാവുന്ന ഏറ്റവും വലിയ സംഖ്യ 5 ആണ്. അതിൽ കൂടിയ ഒരു വലിയ സംഖ്യ ഇല്ല രണ്ടിലും പോകുന്നത്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ കിട്ടി. ഇനി LCM കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? രണ്ടിലെയും ഗ്രേറ്റസ്റ്റ് പവേഴ്സിന്റെ പ്രൊഡക്റ്റ് എടുക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ 3 to the power 1 3 to the power 0, അപ്പൊ 3 to the power 1 ആണ്. 5 to the power 1 5 to the power 1, അപ്പൊ ഗ്രേറ്റസ്റ്റ് 5 to the power 1 ആണ്. 7 to the power 0 7 to the power 2, അപ്പൊ 7 to the power 2 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് 735 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് LCMും HCFും കിട്ടി. ഇനി ഒരു എക്സ്ട്രാ പോയിന്റ് നമ്മൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, രണ്ട് വാല്യൂസിനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ഒന്നുകൂടി പറയാം. ഇത് എയും ഇത് ബിയും ആണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A × B എന്ന് പറഞ്ഞത് HCF ഓഫ് ദോസ് ടു വാല്യൂസ് × LCM ഓഫ് ദോസ് ടു വാല്യൂസ് എന്ന് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ എയും ബിയും 15ഉം 245ഉം ആണല്ലോ. അപ്പോൾ 15 × 245 എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ 3675 എന്ന് കിട്ടും. അത് കിട്ടാൻ നമ്മൾ 5, അതായത് HCF × LCM തന്നെ ചെയ്താൽ മതി. 5 × 735 തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്? അതിന്റെ കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റീസൺ ആണ്. ആലോചിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാവും. അതായത് HCF എടുക്കുമ്പോൾ നമ്മൾ നമുക്ക് ഇവിടെ ലോ ഹൈ എന്ന് പറയാൻ ആകെ 2 വാല്യൂ ഉള്ളൂ. അപ്പൊ ലോവസ്റ്റ് എന്ന് പറയുന്നത് അതിലെ 2 വാല്യൂല് ലോ ഏതാണോ അതാണ് ലോവസ്റ്റ്. ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 വാല്യൂല് ഏതാണോ ഹയർ അതാണ് ഹയസ്റ്റ്. പറഞ്ഞ മനസ്സിലായല്ലോ? 3 വാല്യൂസ് ഉണ്ടെങ്കിലേ മിഡിൽ വാല്യൂ വരുള്ളൂ. ലോവറിന്റെയും ഹയറിന്റെയും ഇടയ്ക്ക് ഒരു മിഡിൽ വാല്യൂ വരാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല, അല്ലെ? അപ്പൊ HCF എടുക്കുമ്പോൾ ഒന്നിൽ ലോവർ സെറ്റ് പവർ എടുക്കണോ മറ്റേൽ ഹയർ സെറ്റ് പവർ എടുക്കണോ എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റും ഇത് കംപ്ലീറ്റ് എടുത്തു തന്നെ തുല്യയില്ലേ? ലോവറിന്റെ സെറ്റ് ഗ്യാദർ ചെയ്യുന്നു, അപ്പൊ HCF കിട്ടുന്നു. ഹയസ്റ്റിന്റെ പവേഴ്സ് ഗ്യാദർ ചെയ്യുന്നു, അപ്പൊ LCM കിട്ടി. അപ്പൊ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫലത്തിൽ 3 to the power 1 × 5 to the power 1 × 7 to the power 0 × 3 to the power 0 × 5 to the power 1 × 7 to the power 2 എന്ന് തന്നെയല്ലേ വരിക. കാരണം ആകെ 2 വാല്യൂ, ഇതിൽ ഏതെങ്കിലും ഒന്നിലായിട്ട് 2 വരുന്നുണ്ടല്ലോ. കംപ്ലീറ്റ് ഫാക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ 15 × 245 3675 എന്ന് കിട്ടാൻ ഈ സെറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ സെറ്റ് തന്നെയാണ് എന്തായി മാറുന്നത്? 5 മാറുന്നത്. ഈ സെറ്റ് തന്നെയാണ് 735 മാറുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതേ റിസൾട്ട് കിട്ടും. ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് കിട്ടും. അപ്പൊ അത് വളരെ ലളിതമായിട്ടുള്ളൊരു കാരണമാണ് ഇതിന്റെ പിന്നിലുള്ളത്, അല്ലെ? ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് 3 വാല്യൂസിന്റെ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതിൽ HCF എന്താണ്, LCM എന്താണ് നമുക്ക് നോക്കാം അടുത്ത ഉദാഹരണത്തിൽ. ഓക്കെ, നോക്കൂ. ഇനി നമ്മൾ 3 വാല്യൂസിന്റെ പ്രൊഡക്റ്റ് എടുക്കുകയാണെന്ന് കരുതൂ. അപ്പൊ ഞാനൊരു ഉദാഹരണമായിട്ട് 15 × 50 × 75 ആണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എങ്ങനെ HCFും LCMും കാണാം നമുക്ക് നോക്കാം.
ഇവിടെ നോക്കൂ 15 നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3 into 1 5 into 1 ശരിയല്ല. അപ്പോ ഓക്കെ ദെൻ 50 നമുക്കറിയാം 2 into 25 ആണ് സമം 2 into 5 സ്ക്വയർ. ഓക്കെ 2 into 25 ആണ്, അപ്പൊ 2 into 5 സ്ക്വയർ. ഇനി 75 പറഞ്ഞാൽ 3 into 5 സ്ക്വയർ ആണ് അല്ലെ. സിമ്പിൾ ആയിട്ടുള്ളൊരു ഉദാഹരണമാണ് പറഞ്ഞത്. പെട്ടെന്ന് നമുക്ക് അതിന്റെ പിന്നിലെ ഫാക്ട് ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ളത് ഒന്നാണ് പറഞ്ഞത്. ഓക്കെ ഇനി നമ്മൾ എന്ത് വേണം അടുത്ത ഒന്നുകിൽ മനസ്സിൽ അല്ലെങ്കിൽ ബോർഡിൽ എഴുതണം, നോട്ടിൽ എഴുതണം, എന്തെഴുതണം, എല്ലാത്തിൻ്റെയും ബേസ് സെയിം ആക്കിയും കൊണ്ട് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് എഴുതേണ്ട കാര്യമില്ല. എന്നാലും അത് തറോ ആവുന്നത് വരെ നമ്മൾ അത് എഴുതുകയാണ്. ഇവിടെ 3 5 ബേസ്, ഇവിടെ 2 5 ബേസ്, ഇവിടെ 3 5 ബേസ്. അപ്പോൾ നമുക്ക് 3ന്റെയും ബേസ് 3 2 5 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 3 to the power 1 into 5 to the power 1 ഞാൻ 2 to the power 0 ആഡ് ചെയ്തു. ഇവിടെ 2ഉം 5ഉമാണ് പവർ. അപ്പൊ ഞാൻ 3 ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 to the power 1 into 3 to the power 0 into 5 സ്ക്വയർ ആഡ് ചെയ്തു. ഇവിടെ അഗൈൻ 3ഉം 5ഉമാണ് ബേസ്. അപ്പൊ 2ന്റെ ബേസും കൂടി ആഡ് ചെയ്യാൻ 2 to the power 0 into 3 to the power 1 into 5 to the power 2. അപ്പൊ വാല്യൂവിനെ അഫക്ട് ചെയ്യാതെ തന്നെ നമ്മൾ 3ന്റെയും ബേസ് വാല്യൂസ് സെയിം സെറ്റ് ആക്കി. ഇനി എന്ത് വേണം? HCF കാണാൻ നമുക്കറിയാം ലോവസ്റ്റ് പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം എന്നല്ല പറഞ്ഞാൽ ലോവസ്റ്റ് പവറുകളുള്ള ബേസ് വാല്യൂസ് അടക്കം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ 2 to the power 0, 2 to the power 1, 2 to the power 0. അപ്പൊ 2 to the power 0 എടുക്കണം. 3 to the power 1, 3 to the power 0, 3 to the power 1. അപ്പൊ 3 to the power 0 എടുക്കണം. 5 to the power 1, 5 to the power 2, 5 to the power 2. അപ്പൊ 5 to the power 1 ആണ് സ്മോളസ്റ്റ്, അത് എടുക്കണം. എന്ന് പറഞ്ഞാൽ 0 1 into 1 into 5 ആണ്. അപ്പൊ 5 എന്ന് കിട്ടി. ഇനി LCM കിട്ടാൻ എന്താ വേണ്ട? ഹയസ്റ്റ് പവേഴ്സിന്റെ പ്രൊഡക്റ്റ് എടുക്കണം അല്ലെ. ഹയസ്റ്റ് പവേഴ്സിന്റെ പ്രൊഡക്റ്റ് എടുക്കണം. അപ്പോ ഇവിടെ 3 to the power 1 ആണ്, 3 to the power 0 ആണ്, ആദ്യം 2 നോക്കാം. 2 to the power 0, 2 to the power 1, 2 to the power 0. അപ്പൊ 2 to the power 1 എടുക്കണം. 3 to the power 1, 3 to the power 0, 3 to the power 1. അപ്പൊ 3 to the power 1 എടുക്കണം. 5 to the power 1, 5 to the power 2, 5 to the power 2, 5 to the power 2 എടുക്കണം അല്ലെ. അപ്പൊ 2 3 6, 6 into 25 150 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് LCM കിട്ടി, HCF കിട്ടി. ശ്രദ്ധിക്കാം. ഇനി നമ്മൾ നോക്കുന്നത് തൊട്ട് മുമ്പത്തെ കേസിൽ പറഞ്ഞ മാതിരി ഇവിടെ A into B into C ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് രണ്ട് ടേം മാത്രമുള്ളപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? HCF AB into LCM AB എന്ന് പറഞ്ഞു. അതേമാതിരി ഹിയർ ആൾസോ വെദർ A into B into C HCF of AB into LCM of AB ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലെ. അപ്പോ നോക്കൂ, A into B into C ഇവിടെ എന്താ വരിക? 15 into 50 into 75 അല്ലെ. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 5625 എന്ന് കിട്ടും. LCM into HCF എന്താ വരുന്നത്? HCF 5 ആണ്, LCM 150 ആണ്. 5 into 150 ആണ്, 750 ആണ്. അപ്പൊ ഇത് രണ്ടും തുല്യം അല്ല എന്ന് പറഞ്ഞാൽ നേരത്തെ മാതിരി നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാൻ ഇവിടെ ശരിയാവില്ല. മൂന്ന് വാല്യൂന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ജനറലൈസേഷൻ സാധ്യമല്ല. പറഞ്ഞ മനസ്സിലായല്ലോ? A into B into C നോട്ട് ഈക്വൽ ടു HCF ABC into LCM ABC. അത് നമ്മൾ ഓർത്ത് വെക്കണം. ജനറലൈസേഷൻ ശരിയല്ല. എന്നാൽ ഇനി പറയുന്ന ഉദാഹരണം ഒന്ന് നോക്കൂ. ഈ ഒരു ഉദാഹരണം നോക്കൂ. 3 ടേംസ് 26, 33, 35. ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാണ്. 26 എന്ന് പറഞ്ഞാൽ 2 into 13 എന്ന് മാത്രമേ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. 33 അതേമാതിരി 3 into 11 എന്നേ സിംപ്ലസ്റ്റ് ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേമാതിരി 35 5 into 7 എന്നേ പ്രൈം ഫാക്ടറൈസേഷൻ സാധ്യമായിട്ടുള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാത്തിൻ്റെയും ബേസ് സെയിം ആക്കുക. അത് പരിചയമായി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ ചെയ്യും. തൽക്കാലം ഞാനിത് ബോർഡിൽ എഴുതുകയാണ്. അപ്പോൾ നോക്കി, ഇവിടെ ഉള്ളൊരു പ്രത്യേകത, ഒരു ഫാക്ടറും റിപ്പീറ്റ് ചെയ്യുന്നില്ല. 2 13 3 11 5 7 എവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല അല്ലേ. അപ്പൊ ഞാൻ എന്ത് എഴുതണം? ഇവിടെ ആകെ 2 13 മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ 2 2 to the power 1 into 13 to the power 1, ബാക്കിയെല്ലാം 0 പവർ വെച്ചിട്ട് ആഡ് ചെയ്തു. മനസ്സിൽ ചെയ്താൽ മതി എന്നുള്ളത് ഞാൻ പറഞ്ഞു പരിചയമായി കഴിഞ്ഞാൽ. അതേമാതിരി ഇവിടെ 3 11 ഉള്ളൂ, ബാക്കിയുള്ള 0 പവർ ചെയ്തിട്ട് വെച്ചു. അവസാനം 5 to the power 1, 7 to the power 1, ബാക്കിയെല്ലാം 0 to the power വെച്ചിട്ട് എഴുതി. ഓക്കെ, ഇനി നമുക്ക് HCF കാണാം. HCF എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധിക്കുക, എല്ലാത്തിന്റെയും ലോവസ്റ്റ് പവർ ആണ് എടുക്കേണ്ടത്. അപ്പോ നിങ്ങൾ നോക്കിയാൽ 2ന് ഇവിടെ 1 ആണെങ്കിൽ അവിടെയും 0 ആണ്. അപ്പൊ 2 to the power 0. 3ക്ക് ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 0 ആണ് അല്ലെ. 5ന്
മൂന്നാമത്തതില് 1 ആണെങ്കിൽ ബാക്കി രണ്ടിലും 0 ആണ്. അപ്പൊ എല്ലാത്തിനും 2, 3, 5നും 3നും പവർ 0. പിന്നെ 7ന് 0, അടുത്തതായിട്ടുള്ള 11ന് 0, 13ന് 0. കാരണം എല്ലാത്തിനും എവിടെയെങ്കിലും 0 വരുന്നുണ്ട് പവർ, അല്ലെ? എന്ന് പറഞ്ഞാൽ എല്ലാ ടേമിന്റെയും പവർ 0 ആണ്. ഓരോ വാല്യൂ ടു ദ പവർ 0 1 ആണ്. അപ്പൊ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 1 × 1 × 1 എന്നുള്ള രീതിയിൽ വരും. റിസൾട്ട് 1 ആവും. ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആണ്. അതായത് ഇതിനെ 3നെയും ഡിവൈഡ് ചെയ്യുന്ന ഒരേ ഒരു വാല്യൂ 1 മാത്രമേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായല്ലോ? ഓക്കെ, അതിനെ പ്രൈം നമ്പർ എന്ന് പറയില്ലെങ്കിലും ഫാക്ടർ 1 ആണ്, എല്ലാത്തിനും കോമൺ ആയിട്ട് പോകുന്നത്. ഇനി എൽസിഎം കാണാനോ? എൽസിഎം കാണണമെങ്കിൽ എല്ലാത്തിലെയും ഹയസ്റ്റ് പവർ എടുക്കണം. ഇവിടെ എല്ലാ വാല്യൂവിന്റെയും പവർ 1 ആണല്ലോ. അതൊക്കെ നേരെയായിട്ട് അവിടെ ഉണ്ടാവും, അല്ലെ? 2ന് 1, 13ന് 1, 3ന് 1, 11ന് 1, 5ന് 1, 7ന് 1. ശരിയല്ലേ? അപ്പൊ അതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 30030 എന്നൊരു വാല്യൂ കിട്ടും. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പൊ നോക്കൂ, 26 × 33 × 35 സമമാണ് നമ്മൾ A × B × C സമമാണ് 1 × 300. അതായത് LCM × HCF ചെയ്ത് നോക്കുകയാണ്. നമുക്ക് അറിയില്ലല്ലോ. LCM × HCF, LCM 1 ആണ്, HCF 3030 ആണ്. അതായത് നിങ്ങൾ ഇതിനെ 3നെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇതേ വാല്യൂ കിട്ടുന്നുണ്ട് ഇവിടെ. പറഞ്ഞ മനസ്സിലായല്ലോ? ഇതിനെ 3നെ നിങ്ങൾ ഇരുന്ന് മാനുവലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുകയോ ചെയ്താൽ ഇതേ വാല്യൂ നമുക്ക് കിട്ടും. പറഞ്ഞ മനസ്സിലായല്ലോ? ഓക്കെ, 26 × 33. അപ്പൊ അതിന്റെ കാരണം വേറൊന്നുമല്ല, അതില് ഈ പറഞ്ഞ എല്ലാ ടേമും പവർ 1 വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പോ ഈ പർട്ടിക്കുലർ കേസിൽ നമുക്ക് എന്ത് പറയാം? A × B × C എന്ന് പറയുന്നത് HCF of A × B × C, അതായത് 1 × LCM of A × B × C മീൻസ് 3030. അല്ല, 30030. മനസ്സിലായല്ലോ? അപ്പോ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം തൊട്ട് മുമ്പത്തിൽ നമ്മൾ തെറ്റാണെന്ന് കണ്ടു, അല്ലെ? 3 എണ്ണം മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസിൽ നമുക്ക് അങ്ങനെ ഒരു ജനറലൈസേഷൻ സാധ്യമല്ല. എന്ന് വെച്ചിട്ട് ഒരിക്കലും അത് തുല്യമാവില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചില കേസിൽ തുല്യമാകാം. അതിന് ഒരു ഉദാഹരണമാണ് എന്ത്? അതായത് ഫാക്ടേഴ്സും റിക്കർ ചെയ്യാതെ വരുന്ന കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ഫാക്ടറൈസേഷനിൽ ഒരു വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ മാത്രം ഈ ഇക്വേഷൻ വാലിഡ് ആകും. പറഞ്ഞ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അഥവാ A × B × C അങ്ങനെ 3 ടേം ഉണ്ടെന്ന് കരുതുക. ഇതിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാൻ അതിൻ്റെ LCM-ഉം HCF-ഉം വെച്ചിട്ട് ഒരു ഇക്വേഷൻ, 2 എണ്ണത്തിന് നമ്മൾ കണ്ടു. LCM × HCF ചെയ്താൽ നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടുന്നുള്ളത് 2 A × B ടൈപ്പിൽ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കണ്ടു 3 എണ്ണമാണെങ്കിൽ A × B × C ആണെങ്കിലും അവിടെ ഏതെങ്കിലും ഫാക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരാത്ത കേസിൽ എയുടെ ഫാക്ടേഴ്സ് അല്ല, ബിയുടെ ഫാക്ടേഴ്സ് അല്ല, സി ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്ത് വരാത്ത പ്രൈം ഫാക്ടറൈസേഷനിൽ ഒരു പ്രൈമും റിപ്പീറ്റ് ചെയ്യാതെ വരുന്ന കേസിലും നമുക്ക് ഉത്തരം കിട്ടുന്നത് നമ്മൾ കണ്ടു, അല്ലേ? എന്നാൽ അങ്ങനെ ഒന്നും റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്തടത്ത് A × B × C ചെയ്താൽ നമുക്ക് ഈ രീതിയിൽ LCM-ഉം HCF-ഉം വെച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ ഇക്വേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് 2 ഇക്വേഷൻ സാധ്യമാണ്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ A × B × C ഈക്വൽ ടു, നിങ്ങൾ ആദ്യം LCM of ABC കാണുക, HCF of ABC കാണുക, എന്നിട്ട് LCM ABC by HCF ABC കാണുക. അത് കഴിഞ്ഞിട്ട് പെയറായിട്ട് വീണ്ടും HCF കാണണം. HCF AB കാണുക, HCF BC കാണുക, HCF AC അല്ലെങ്കിൽ CA കാണുക. 3 എണ്ണം പറഞ്ഞ പെയർ ആയിട്ടുള്ളത് 3 കോമ്പിനേഷൻസ് വരുമല്ലോ. ഈ 3ൻ്റെയും HCF-ഉം കാണുക. ദെൻ A × B × C LCM ABC divided by HCF ABC into HCF AB into HCF BC into HCF AC or CA. പറഞ്ഞ മനസ്സിലായല്ലോ? ഇതിന് വളരെ സമാനമാണ് അടുത്ത ഇക്വേഷനും. അപ്പുറം നോക്കൂ, ഓർ ഈക്വൽ ടു, ഇവിടെ LCM ABC by HCF ABC ആണെങ്കിൽ ഇവിടെ HCF ABC by LCM ABC. നേരെ തിരിച്ച് ഏതാണോ ഡിനോമിനേറ്ററിൽ വരുന്നത് അതിൻ്റെയാണ് നമ്മൾ പെയർ വൈസ് ആയിട്ട് അപ്പുറം കാണേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ LCM അല്ലേ ഡിനോമിനേറ്ററിൽ, അതുകൊണ്ട് LCM AB into LCM BC into LCM
AC ചെയ്യാം. ഈ മെത്തേഡിൽ ചെയ്താലും ഒരേ ഉത്തരമായിരിക്കും. പറഞ്ഞ മനസ്സിലായല്ലോ? രണ്ട് മെത്തേഡിൽ ചെയ്താലും ഒരേ ഉത്തരമായിരിക്കാം. നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തിലും രണ്ട് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് മാത്രമുള്ള പ്രോബ്ലമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ ഓർക്കേണ്ട കാര്യം A × B × C എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഫാക്ടറൈസ് ചെയ്യാണ്. ശ്രദ്ധിക്കൂ. അപ്പോൾ ആദ്യം ഞാൻ ഈ മെത്തേഡ് ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന എയും ബിയും സി എന്ന് പറയുന്നത് 15, 50, 75 എന്നുള്ള 3 വാല്യൂസ് ആണ് ഞാൻ ഉപയോഗിച്ചത്. 15 നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3 × 5 3⁻1 × 5⁻1. 50 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 × 5 × 5 2 × 5². 75 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3 × 25 ആണ് എന്ന് പറഞ്ഞാൽ 3 × 5². ഇനി നമ്മൾ എന്ത് ചെയ്തു? എല്ലാത്തിനെയും ബേസ് ഐഡന്റിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് ഇതിന് 2ന്റെ ടേം ഇല്ല. അപ്പോൾ 2⁻0 × 3⁻1 × 5⁻1. ഇവിടെ 2⁻1 × 3⁻0 × 5². ഇവിടെ 2⁻0 3⁻1 5². പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇക്വേഷൻ ABC അഥവാ A × B × C ചെയ്യുകയാണെങ്കിൽ 15 × 50 × 75 ചെയ്താൽ നമുക്ക് 56,250 56,250 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താലോ, അത് നമ്മൾ LCM ABC എടുക്കണം. LCM എടുക്കുമ്പോൾ നമുക്കറിയാം ഹയസ്റ്റ് പവർ ടേംസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2ന്റെ ഹയസ്റ്റ് പവർ വരുന്ന 1 ആണ്, അപ്പോൾ 2. 3യുടെ ഹയസ്റ്റ് പവർ വരുന്ന 1 ആണ്, അപ്പോൾ 3. 5യുടെ ഹയസ്റ്റ് പവർ വരുന്ന 2 ആണ്, 2. ഇനി HCF ABC ആണെങ്കിലോ എല്ലാത്തിൻ്റെ ലോവസ്റ്റ് കോമൺ പവർ ആണ് ഉപയോഗിക്കേണ്ടത്. ലോവസ്റ്റ് 2ന് വരുന്നത് 0 ആണ്, 3ന് വരുന്നതും 0 ആണ്, 5ന് വരുന്ന 1 ഉണ്ട് 2 ഉണ്ട്, അപ്പോൾ 1 ആണ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 2⁻0 × 3⁻0 × 5⁻1 5 ആണ്, 5⁻1 അല്ലെങ്കിൽ 5 ആണ്. ഓക്കെ. ഇനി എന്ത് വേണം? HCF AB. ABയുടെ മാത്രം HCF എടുക്കുക. ഇവിടെ 3ഉം 2ഉം വരില്ല, ആകെ 5⁻1 മാത്രമേ വരുള്ളൂ അല്ലേ? ലോവസ്റ്റ് പവേഴ്സ് ആണ് എടുക്കേണ്ടത്, അപ്പോൾ 5 മാത്രം വരും. ഇനി BC എടുത്ത് നോക്കൂ, ഇതും എടുക്കൂ. ഇവിടെയും ലോവസ്റ്റ് പവറാണ് എടുക്കേണ്ടത്, അപ്പോൾ 2 വരില്ല 3 വരില്ല, കാരണം ഒന്നിൽ 2 ഉണ്ട് മറ്റേതിൽ 3 ഉണ്ട്. അപ്പോൾ തിരിച്ചു പറഞ്ഞാൽ 2⁻0 3⁻0 ആണ്, അപ്പോൾ എടുക്കാൻ പറ്റില്ല. എന്നാൽ 5² രണ്ടിലും കോമൺ ആണല്ലോ, അപ്പോൾ രണ്ടാമത്തെ ടേം 5² ആണ്. മൂന്നാമത്തെ ടേമോ AC അല്ലേ, ഇതും എടുക്കുക. അപ്പോൾ 2⁻0 എടുക്കണ്ട, 3⁻1 അപ്പോൾ 3 വേണം. 5⁻1 5⁻2 അപ്പോൾ 5⁻1 ആണ് കോമൺ ആയി വരിക. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതാണ്. അപ്പോൾ ഇതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത നമ്മുടെ ഉത്തരമാണ്. ഇതിൽ 2 × 3 6, 6 × 25 150, ഒരു 5 വെട്ടിപ്പോവും. പിന്നെ അവശേഷിക്കുന്നത് എന്താ? 5 × 25 × 15 375 ആണ്. 25 × 3 × 15 375. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഉത്തരം തന്നെ കിട്ടും. ഇനി മറുവശത്ത് നോക്കാം, ആ ഫോമിൽ ഉപയോഗിച്ച് എന്താ സംഭവിക്കുക നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഇവിടെ തൊട്ടിട്ട് പറഞ്ഞാൽ മതി, ബട്ട് അതുവരെ സെയിം സ്റ്റെപ്സ് ആണ്. A × B × C നമ്മൾ അതും സെയിം ആണ്, 56,250. ഇനി ഇവിടെ നേരെ തിരിച്ചാണല്ലോ, ഇവിടെ തന്നെ നേരെ തിരിച്ചാണ്. അപ്പൊ ഇവിടെ 2 × 3 × 5² എന്ന് വന്നുകൊണ്ട് ഇവിടെ 5 ÷ 2 × 3 × 5². അവിടുത്തെ ന്യൂമറേറ്റർ ഇവിടെ ഡിനോമിനേറ്റർ ആണ്, അവിടുത്തെ ഡിനോമിനേറ്റർ ഇവിടെ ന്യൂമറേറ്റർ ആണ്. ഇനി എന്താ വേണ്ടത്? LCM AB എടുക്കണം. എയുടെയും ബിയുടെയും LCM എടുക്കുമ്പോൾ ഓർക്കുക, ബിഗ്ഗസ്റ്റ് പവർ ആണ് എടുക്കേണ്ടത്. അപ്പൊ 2⁻1 3⁻1 5⁻2 എന്ന് വരും. ഫസ്റ്റ് ടേം 2⁻1 3 ഹയസ്റ്റ് പവർ എടുക്കണം, 5⁻2. ബിയും സിയും എടുക്കുമ്പോഴോ എഗെയിൻ സെയിം തിങ് റിപ്പീറ്റ് ചെയ്യും. 2⁻1 3⁻1 5⁻2. എയും സിയും എടുക്കുമ്പോഴോ രണ്ടിലും 2⁻0 ആണ്, അപ്പൊ 2 പോയി. 3⁻1 അത് 3 വേണം. 5⁻1 5⁻2 5² വേണം. അപ്പൊ ഇങ്ങനെ വരും. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 2 × 3 × 5² ക്യാൻസൽ ആയി പോകും. അപ്പൊ അവശേഷിക്കുന്നത് 2 × 3 × 5² 3⁻5² ഒരു 5 ആണ്. ആ 5 അതേപടി എഴുതി. ഇനി ഒരു 2 × 3 × 5², ഇത് 3 6, 5 × 25 6 25 150 അല്ലേ? 3 × 5² 5 × 25 3 75. അപ്പൊ ഇവിടെ നമുക്ക് 5 × 150 × 75 എന്ന് കിട്ടും. 5 × 75 375 ആണ്.
അപ്പോൾ 150 × 375 എന്ന് വന്നു. അത് തന്നെയാണ് ഇവിടെ 150 × 375 56 250. മനസ്സിലായല്ലോ? അപ്പോൾ രണ്ടിലും ഒരേ ഉത്തരം കിട്ടും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും സക്സസ് ആണ്, വാലിഡ് ആണ്. പറഞ്ഞാൽ മനസ്സിലായില്ല? നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് എന്താ A × B × C എന്ന് പറഞ്ഞാൽ 15 × 50 × 75 എന്ന് പറഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഇത് 3 × ഇത് 3 × ഇത് 3 എടുക്കുന്നു. അപ്പൊ എന്താ സംഭവിച്ച ഈ ടേം ഉണ്ടല്ലോ, LCM എടുക്കുമ്പോൾ ഹയസ്റ്റ് പവേഴ്സ് മാത്രം വരും. നേരെ മറിച്ച് HCF AB, HCF BC, HCF AC ഡിവൈഡ് ബൈ HCF ABC എന്നുള്ള ടേം എടുക്കുമ്പോൾ മിഡിലിന്റെയും ലോവസ്റ്റിന്റെയും എല്ലാം, ഇപ്പൊ നമ്മളിവിടെ 3 ഉള്ളതുകൊണ്ട് ഹയസ്റ്റ് വാല്യൂ, മിഡിൽ വാല്യൂ, ലോ വാല്യൂ എന്ന് വരുമല്ലോ. 2 ഉള്ളപ്പോൾ ഹൈ ലോ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു മിഡിൽ വാല്യൂ വരാനുള്ള സാധ്യത ഉണ്ടല്ലോ അല്ലെ? 3 വാല്യൂസ് വരാമല്ലോ, 3 വാല്യൂസ് ഉള്ളത് കൊണ്ട്. അപ്പോൾ ബാക്കിയുള്ള മിഡിലും ലോയും മുഴുവൻ കിട്ടാൻ HCF AB × HCF BC × HCF AC ബൈ HCF ABC എടുക്കുക. അപ്പോൾ ഇതിന്ന് ഹയസ്റ്റ് വാല്യൂ മാത്രം കിട്ടും. ഈ ടേമിന്ന് മിഡിൽ വാല്യൂസും ലോവസ്റ്റ് വാല്യൂസും വരുന്ന ഇത് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്തതിന്റെ എഫക്റ്റ് കിട്ടും. പറഞ്ഞ മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നത്. മറുവശത്താണെങ്കിൽ ലോവസ്റ്റ് മാത്രമാണ് നമുക്ക് HCF ABC എന്ന് കിട്ടുക. ഇനി അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? മിഡിൽ വാല്യൂം ഹയസ്റ്റ് വാല്യൂം എല്ലാ ഫാക്ടറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് കിട്ടാനാണ് നമ്മൾ LCM AB × LCM BC × LCM AC ബൈ LCM ABC എടുത്താൽ മിഡിലിൽ വരാൻ സാധ്യതയുള്ള വാല്യൂസും ഹയസ്റ്റ് വാല്യൂസും ബാക്കിയുള്ള എല്ലാം കിട്ടും. ചുരുക്കി പറഞ്ഞാൽ അത് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് തുല്യം തന്നെയായി മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് രണ്ട് കേസിലും. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സസൈസ് 1-1 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. അത് ഒരു അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചിടത്തോളം ഭാഗത്തുനിന്നുള്ള അപ്ലിക്കേഷൻ ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ്റെ മീനിങ് ഇതാണ്: ഒരു സർക്കുലർ ട്രാക്ക് ഉണ്ട്, സൈക്ലിംഗ് ട്രാക്കായിട്ട് കരുതുക. ഓക്കെ, അതിൽ 2 പേര്, ഒന്ന് രവി, മറ്റേ സോണിയ. അവർ സെയിം ഡയറക്ഷനിൽ സെയിം പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂവ് ചെയ്യാണ്. അതിൽ രവിക്ക് 12 മിനിറ്റ് വേണം ഒരു സൈക്കിള് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. സോണിക്ക് ആവട്ടെ 18 മിനിറ്റ് വേണം. സോണി ഇത്തിരി സ്ലോ ആയിട്ടാണ്, 18 മിനിറ്റ് വേണം. അവർ രണ്ടാളും ഒരുമിച്ച് ഒരേ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ചോദ്യം ഇതാണ്: പിന്നീട് എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവർ വീണ്ടും മീറ്റ് ചെയ്യുക? അപ്പോൾ വീണ്ടും മീറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ വീണ്ടും മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെടുക്കുന്ന സമയം അതിൽ 12 പോകണം, 18 പോകണം. കൃത്യം റൗണ്ട് അല്ലേ? അപ്പോൾ 12 മിനിറ്റിനെയും മൾട്ടിപ്ലൈ ആയിരിക്കണം, 18 മിനിറ്റിനെയും മൾട്ടിപ്ലൈ ആയിരിക്കണം. അപ്പോൾ 12ഉം 18ഉം പോകുന്ന സ്മോളസ്റ്റ് സംഖ്യ മിനിറ്റ് എത്രയാണോ അതിലായിരിക്കും ഇവർ അടുത്ത തവണ മീറ്റ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ നമ്മളവിടെ LCM കാണണം. 12ഉം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ 12ന് ഫാക്ടറൈസ് ചെയ്തു. 2 4 3 12 ആണ്, അല്ലെങ്കിൽ 2 × 2 × 3 ആണ് 12. അതേമാതിരി 18ന് ഫാക്ടറൈസ് ചെയ്താൽ 2 × 3 ഇത് 2 × 2 × 3 ആണ്. അപ്പോൾ 2² × 3, ഇത് 2 × 3 × 3 ആണ്. അപ്പോൾ 2 × 3² ആണ്. അപ്പോൾ LCM എടുക്കുമ്പോൾ എന്താ വേണ്ടത്? ഹയസ്റ്റ് പവേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ അത് 2² ആണ്, ഇവിടെ 2 ആണ്, അപ്പോൾ 2² എടുക്കണം. ഇവിടെ 3, അവിടെ 3² ആണ്, അപ്പോൾ 3² എടുക്കണം. ഇത് 2 4 3 9 36ാമത്തെ മിനിറ്റിലായിരിക്കണം അവർ മീറ്റ് ചെയ്യണത്. ശരിയാണ്. എന്താ അറിയോ? 36 മിനിറ്റ് ആണെങ്കിൽ 12 മിനിറ്റ് എടുക്കുന്ന രവി 3 തവണ റൗണ്ട് ചെയ്തു വരും. ഒരു 12, 24, 36 അല്ലേ? അതേ 36ാമത്തെ മിനിറ്റിൽ സോണിയോ ഒരു 18 മിനിറ്റ്, അടുത്ത 18, രണ്ടും കൂടി 36 ആവും. 36, അതായത് 36ാമത്തെ മിനിറ്റിലാണ് അവർ മീറ്റ് ചെയ്യുക. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? രവി 3 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും സോണിയ 2 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം പോയിന്റിലാണ് ഇവർ അടുത്ത തവണ മീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ 36 ആണ്. അപ്പോൾ LCM കാണുക എന്നുള്ള അപ്ലിക്കേഷനാണ് ഇവിടെ വരുന്നത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഓക്കെ.